എന്താണ് മിറക്കിൾ? 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം, 2 Kings chapter number 6. അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവൻ ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. നമുക്കറിയാവുന്നതായ കഥയാണ്. പ്രവാചക ശിഷ്യന്മാർ എലീശയോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കും എന്ന് നീ കാണുന്നുവല്ലോ, അതുകൊണ്ട് നമുക്ക് ഇച്ചിരൂടെ ഇടുക്കം മാറ്റി എന്തെങ്കിലും ചെയ്യണം. അതിനുവേണ്ടി ജോർദാൻ്റെ അവിടെ പോയി മരങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് അവർ പാർക്കുന്ന സ്ഥലത്തിന് കുറച്ചുകൂടെ വിശാലത വരുത്താൻ തീരുമാനിച്ചു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ ഈ കോടാലി തടിയെ നൂരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം, യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. നമുക്കറിയാം, ഈ പ്രകൃതി അല്ലെങ്കിൽ ഈ യൂണിവേഴ്സ് ചലിക്കുന്നത് ഒരു നിയമത്തിൻ്റെ കീഴിലാണ്. പല തരത്തിലുള്ള നിയമങ്ങളുണ്ട്. ന്യൂട്ടൺ കണ്ടുപിടിച്ച നിയമമാണ് ഗുരുത്വാകർഷണ ബലം, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. ഒരു വസ്തു നമ്മൾ മുകളിലോട്ടിട്ടാൽ അത് മുകളിലോട്ടല്ല, അത് താഴോട്ട് തന്നെ തിരിച്ചു വരും എന്നുള്ളതാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അതുപോലെ തന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ട്. പ്ലെയിൻ ആകാശത്തൂടെ പറന്നു പോകുന്നത് ചില നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ വെള്ളത്തിൽ നമ്മൾ ഇറങ്ങുമ്പോൾ മുങ്ങിപ്പോകുന്നത് അതുമൊക്കെ ഓരോ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ദൈവം ഒരു അത്ഭുതം ചെയ്യുമ്പോൾ ആ അത്ഭുതം എന്താ സംഭവിക്കുന്നത്? അതായത് നിയമത്തെ, അല്ലെങ്കിൽ ഇപ്പം ഗുരുത്വാകർഷണ ബലത്തെ, അല്ലെങ്കിൽ വെള്ളത്തിൽ ഇരുമ്പ് വസ്തുക്കൾ താന്നു പോകും എന്നുള്ളതും വെയിറ്റ് ഇല്ലാത്തത് പൊങ്ങിക്കിടക്കുമെന്നുള്ള ഒരു നിയമമുണ്ട്. ആ നിയമത്തെ കർത്താവ് എന്ത് ചെയ്തു? തൽക്കാലം ഒന്ന് സസ്പെൻഡ് ചെയ്യുക ഏലീശയുടെ വിഷയത്തിൽ. അപ്പോൾ ഏലീശ എന്ത് ചെയ്തു? ഏലീശ ഒരു മരം വെട്ടി വെള്ളത്തിലോട്ടിടുക. ഈ മരം വെട്ടിയിടുമ്പോൾ സാധാരണഗതിയിൽ അല്ലെങ്കിൽ ആ മരക്കൊമ്പ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കണം. അതാണ് നാച്ചുറലായ ലോ. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്നത് ആ നാച്ചുറൽ ലോയെ കർത്താവ് അങ്ങോട്ട് സസ്പെൻഡ് ചെയ്തു. ആ മരക്കൊമ്പ് വെള്ളത്തിലേക്ക് താന്നു പോകുന്നു. അത് താന്നു പോകുമ്പോൾ വെയിറ്റുള്ള ഇരുമ്പ് അല്ലെങ്കിൽ കോടാലി, മഴു പൊങ്ങി വരിക. ഇതിന് പറയുന്ന പേരാണ് മിറക്കിൾ. അതായത് ഒരു അത്ഭുതം കർത്താവ് ചെയ്യുന്നത് ഒരു നാച്ചുറൽ ലോയെ കർത്താവ് എന്ത് ചെയ്യും? തൽക്കാലത്തേക്ക് സസ്പെൻഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ സ്വർഗത്തിലെ ഒരു സുപ്പീരിയർ ലോ കർത്താവ് അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യും, അല്ലെങ്കിൽ തൽക്കാലത്തേക്കിനവിടെ അവിടെ പ്രാവർത്തികമാക്കിയിട്ട് അത്ഭുതം ചെയ്യും. അങ്ങനെ അത്ഭുതങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശുക്രിസ്തു മുഖാന്തരം സംഭവിക്കട്ടെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും ഇതുപോലെ നാച്ചുറലായ ലോകളെ സസ്പെൻഡ് ചെയ്ത് ചില സൂപ്പർ നാച്ചുറൽ ലോസ് അല്ലെങ്കിൽ കർത്താവിൻ്റെ ലോ പ്രകാരം മിറക്കിളുകൾ സംഭവിക്കട്ടെ. അത് ശരീരത്തിലായാലും നിങ്ങളുടെ കുടുംബത്തിലായാലും നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുക്കലായാലും എവിടെയാണെങ്കിലും. അപ്പോൾ എല്ലായിടത്തും നിങ്ങൾക്ക് മിറക്കിൾസ് എക്സ്പെക്റ്റ് ചെയ്യാം. ഇതുപോലുള്ള മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇതുപോലുള്ള മിറക്കിൾസിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുവാൻ തയ്യാറാകണം. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാമോ? അസാധാരണ മിറക്കിൾസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. എന്താണ് മിറക്കിൾ? സസ്പെൻഡിങ് ദ നാച്ചുറൽ ലോ. പ്രകൃതിയിലുള്ള ഏതെങ്കിലും നിയമങ്ങളെ കർത്താവ് ഒരു അത്ഭുതം ചെയ്യാൻ വേണ്ടി സസ്പെൻഡ് ചെയ്തിട്ട് കർത്താവിൻ്റെ നിയമത്തെ ആ താൽക്കാലിക സമയത്തേക്ക് ആ വ്യക്തിക്ക് വേണ്ടി, ആ കുടുംബത്തിന് വേണ്ടി, അല്ലെങ്കിൽ ആ ഒരു ദേശത്തിന് വേണ്ടി കർത്താവ് ഇംപ്ലിമെൻ്റ് ചെയ്യും. അത് കഴിയുമ്പോൾ വീണ്ടും നാച്ചുറൽ ലോ കർത്താവിടെ മാറ്റും. വെള്ളത്തിൻ്റെ മുകളിൽ യേശു നടന്നത് ഇതുപോലൊരു ലോ സസ്പെൻഡ് ചെയ്തിട്ട് കർത്താവ് അതിൻ്റെ മുകളിൽ ഒരു സുപ്പീരിയർ ലോ, സ്വർഗത്തിലെ നിയമം പാസ്സാക്കിയതാണ്. പ്രിയപ്പെട്ടവരെ, ബിലീവ് ഫോർ എ മിറക്കിൾ. നിങ്ങളുടെ ലൈഫിൽ അത്ഭുത മന്ത്രിയായ, അത്ഭുതങ്ങളെ ചെയ്യുന്ന, വീര്യപ്രവൃത്തികളെ ചെയ്യുന്ന കർത്താവിൽ വിശ്വസിക്കുക. അത്ഭുതങ്ങളെ നിങ്ങളുടെ ലൈഫിൽ കാണുക. പറയുക, എൻ്റെ കുടുംബജീവിതം അത്ഭുതമായിരിക്കും, എൻ്റെ ജീവിതം അത്ഭുതമായിരിക്കും, എൻ്റെ കുഞ്ഞുങ്ങൾ അത്ഭുതമായിരിക്കും, എൻ്റെ ദേശത്ത് ഞാൻ അത്ഭുതം കാണും. ഈ അത്ഭുതങ്ങളിലൂടെ കർത്താവ് നിങ്ങളെ നടത്തട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വീര്യപ്രവൃത്തികൾ നടക്കും. വി ആർ ബ്ലസ്ഡ്, വി ആർ റിയലി ബ്ലസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലസ്ഡ് ആൻഡ് ഹൈലി ഫേവർഡ്. നമ്മൾ ജീവിക്കുന്നത് ഫേവറിൻ്റെ മേലാപ്പിൻ്റെ കീഴിലാണ് കേട്ടോ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു.